എന്തായാലും SDP-യുടെ ആർക്ക് പിന്തുണ എന്നതിനെ ചൊല്ലിയാണ് വലിയ തർക്കങ്ങളൊക്കെ നടക്കുന്നത്. എതിരാളികൾക്കാണ് എന്ന് ആവർത്തിച്ച് രണ്ടു കൂട്ടരും പറയുന്നു. എന്നാൽ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. പതിവിൽ കവിഞ്ഞ വലിയ ഒരു മാധ്യമ ഹൈപ്പും വാർത്തകളിലുമെല്ലാം നിൽക്കുകയാണ് SDP-ക്ക്. എന്നാൽ ഈ SDP-ക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര വോട്ടുണ്ട്, എത്ര സ്ഥലത്ത് അവർ നിർണായകമാകും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം, ആ കണക്കുകളൊന്ന് വിശദമായി തന്നെ പരിശോധിക്കും. എത്ര ചെറുതായിക്കോട്ടെ ചില പാർട്ടികളും ഗ്രൂപ്പുകളും പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് പ്രധാന പാർട്ടികളും മുന്നണികളും ഉയർത്തിക്കാട്ടും. എന്നാൽ ചിലരുടെ പിന്തുണ അങ്ങനെയല്ല. രഹസ്യമായി തന്നാൽ വാങ്ങും, പരസ്യമായി പ്രഖ്യാപിച്ചാൽ വേണമെന്നോ വേണ്ടെന്നോ പറയാതെ വഴുതി മാറും. ഇതിന് ചില കാരണങ്ങളുണ്ട്. ചിലരുടെ പിന്തുണ വഴി കിട്ടുന്ന ആകെ വോട്ടുകളേക്കാൾ കൂടുതൽ വോട്ടുകളാവും ആ പിന്തുണ വഴി നഷ്ടമാവുക. പിന്തുണയുടെ പേരിൽ 100 വോട്ട് കിട്ടുമെങ്കിൽ ആ പേരിൽ 1000 വോട്ട് വേറെ പോകും. BJP ഡീലും SDP-ഐ പിന്തുണയും ആ മട്ടിലുള്ളതാണ്. അതുകൊണ്ടാണ് BJP-യുമായി ഡീലുള്ളത് എതിർ മുന്നണിക്കാണെന്ന് ആവർത്തിച്ചു പറയാൻ UDF-ഉം LDF-ഉം ഒരുപോലെ ശ്രമിക്കുന്നത്. അതിലും അപകടകരമാണ് SDP-ഐ പിന്തുണയെന്ന് ഇരു മുന്നണികൾക്കും നന്നായി അറിയാം. നിരോധിത സംഘടനയായ PFI-യുമായുള്ള SDP-ഐ ബന്ധമടക്കം ചർച്ചയാകും. എന്നാൽ മഞ്ചേശ്വരവും നിയമവും പോലെ BJP മുഖ്യ എതിരാളിയായി വരുന്ന ചില മണ്ഡലങ്ങളിലെങ്കിലും എത്ര ചെറുതാണെങ്കിലും SDP-യുടെ വോട്ട് ജയവും പരാജയവും നിശ്ചയിക്കാൻ പര്യാപ്തമാണ്. പക്ഷേ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളുടെയും അവസ്ഥ അതല്ല. വലിയ വിവാദവും ചർച്ചയുമായ SDP-ക്ക് ശരിക്കും എത്ര വോട്ടുണ്ട്? മാധ്യമങ്ങളും പാർട്ടികളുമൊക്കെ നൽകുന്നൊരു ഹൈപ്പ് ശരിക്കും ഈ പാർട്ടിക്കുണ്ടോ? കഴിഞ്ഞ നിയമസഭ, ലോക്സഭ, തദ്ദേശ വോട്ടെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ കേരളമാകെ തികച്ച് 1 ലക്ഷം പോലും വോട്ട് സ്വന്തമായില്ലാത്ത പാർട്ടിയാണ് SDP എന്ന് പറയേണ്ടി വരും. മുസ്ലിം വിഭാഗത്തിൽ മഹാഭൂരിപക്ഷവും SDP-ക്കെതിരാണ്. ചെറു ന്യൂനപക്ഷം മാത്രമാണ് SDP-ക്ക് പിന്തുണ നൽകുന്നത്. ഏറ്റവും അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം SDP നടത്തിയത്. ഭൂരിപക്ഷം സ്ഥലങ്ങളിലും LDF-ഉമായും ചിലയിടങ്ങളിലൊക്കെ UDF-ഉമായും രഹസ്യ ധാരണയിലാണ് SDP മത്സരിച്ചത്. SDP-ക്ക് പുറത്തുള്ള പൊതുസമ്മതരടക്കം സ്ഥാനാർത്ഥിയാക്കിയായിരുന്നു ഇങ്ങനെ ഒരു മത്സരത്തിനിറങ്ങിയത്. ആകെ 102 വാർഡുകളിൽ SDP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ കൗൺസിലർ സ്ഥാനം നിലനിർത്താനും ഒപ്പം കണ്ണൂരിൽ പുതുതായി ഒന്നുകൂടി പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. 8 മുനിസിപ്പാലിറ്റികളിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും അവർക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞു. 91 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും SDP വിജയിച്ചു. അങ്ങനെ ആകെ 102 സ്ഥാനാർത്ഥികളാണ് അവരുടെ വിജയിക്കാനായത്. ഇതിനു മുമ്പ് നടന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഒരിടത്തും അവർ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല. പക്ഷേ പിന്തുണ വേണ്ടെന്ന് പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. UDF-നോട് ചോദിച്ചിട്ടല്ല ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്നായിരുന്നു അന്ന് SDP-യുടെ മറുപടി. പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ SDP സ്ഥാനാർത്ഥികൾ കിട്ടുന്ന വോട്ടിൻ്റെ കണക്ക് അത്രത്തോളം ചെറുതാകും എന്നതുകൂടി തിരിച്ചറിഞ്ഞാണ് SDP മത്സരത്തിൽ നിന്ന് മാറിയതെന്നാണ് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നത്. ഇനി അതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 140-ൽ SDP-ക്ക് ശക്തിയുണ്ട് എന്ന് അവർ കരുതിയ 40 ഇടത്താണ് മത്സരിച്ചത്. ആകെ കിട്ടിയ വോട്ട് 75,566 വോട്ട് മാത്രമാണ്. വോട്ട് വിഹിതം 0.4% മാത്രം. 1%, 0.5% പോലും വോട്ട് പിടിക്കാൻ SDP-ക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞില്ല. ആ SDP-യുടെ വോട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ വിവാദം നടക്കുന്നത് എന്നതുകൂടി ഓർക്കണം. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ കണക്ക് നോക്കിയാലും സ്ഥിതി ദയനീയമാണെന്ന് തന്നെ പറയേണ്ടി വരും. 20 മണ്ഡലങ്ങളിൽ 10 ഇടത്താണ് അവർക്ക് ശക്തിയെന്ന് കണ്ട് ആ 10 ഇടത്താണ് ആകെ മത്സരിച്ചത്. ഈ 10 ഇടത്തും കൂടി ആകെ കിട്ടിയ വോട്ട് 80,111 വോട്ടാണ്. ലീഗ് വിജയിച്ച മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമാണ് 10,000 വോട്ടിൽ കൂടുതൽ SDP സ്ഥാനാർത്ഥികൾക്ക് നേടാൻ കഴിഞ്ഞത്. മറ്റുള്ളിടത്തെല്ലാം നാമമാത്രമായ വോട്ടുകൾ മാത്രമായിരുന്നു. കേരളത്തിൽ ആകെ പോൾ ചെയ്തതിൻ്റെ 0.4% വോട്ട് വിഹിതം മാത്രമാണ് SDP-ക്ക് അന്ന് ചിഹ്നത്തിൽ വീണത്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അന്ന് 88 സീറ്റിലാണ് മത്സരിച്ചത്. ആകെ കിട്ടിയത് 1,23,243 വോട്ട്. 0.6% വോട്ടാണ്. അവിടെ 0.5% എന്നത് മറികടക്കാൻ അവർക്ക് അന്ന് കഴിഞ്ഞിരുന്നുണ്ട്. അതിനു മുമ്പ് SDP ഏറ്റവും വലിയ ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അന്ന് ഇന്ത്യയിലാകെ
BJPയുടെ ഒരു നേതൃത്വത്തിലേക്കുള്ള സർക്കാർ വരുന്നുവെന്ന് വലിയ പ്രതീതിയൊക്കെ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ്, BJP ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, UPA ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലായിരുന്നു SDPക്ക് BJPയെ പോലെ പാർട്ടിയെ നേരിടാൻ LDFും UDFും പോരാ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമൊക്കെ ഉള്ള ഒരു കാലം. അന്ന് SDPയുടെ ഒരു പ്രഭാവകാലം എന്ന് തന്നെ പറയാം. അന്ന് 20 സീറ്റിൽ 20 എടുത്തും മത്സരിച്ചു. അന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 2,73,847 വോട്ടാണ് കിട്ടിയത്. 1.5% വോട്ട് കിട്ടി. അത് ആ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് SDP കിട്ടിയത്. ആ 1% മേൽ വോട്ടിലേക്ക് ഉയരാൻ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിലും 2014 ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും SDPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഓർക്കണം. പിന്നീട് വോട്ട് ശതമാനം കുത്തനെ കുറയുകയായിരുന്നു. 1.5 നിന്ന് 0.4% അവരുടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത്. 2011 80 സീറ്റിലാണ് മത്സരിച്ചത്. വോട്ട് കണക്കിൽ ഏറെ പിന്നിലായിരുന്നെങ്കിലും കരുനാഗപ്പള്ളിയിലും മലപ്പുറത്തും വേങ്ങരയിലും അവർ 3-ാം സ്ഥാനത്തെത്തി എന്നത് SDPയെ സംബന്ധിച്ച് അത് വലിയ നേട്ടമായിരുന്നു. 3 മണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനക്കാരായി വന്നു എന്നുള്ളത്. അന്ന് 0.9% അവിടെ നിന്നാണ് ഈ 1.5% ഉയർന്നതും പിന്നീട് കുത്തനെ താഴോട്ട് പോയതും എല്ലാം. ഇതുവരെ കേട്ട അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട വോട്ട് കണക്കൊന്നുമല്ല SDP-യുടെ യഥാർത്ഥ ശക്തിയെന്നും അത് വിവിധ കാലങ്ങളായി വിവിധ പാർട്ടികൾക്ക് മറിച്ചു നൽകിയ വോട്ടാണ് എന്നൊക്കെ വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെ മറിച്ചു നൽകിയ വോട്ടിൻ്റെ കണക്കെടുക്കാൻ തൽക്കാലം എന്തായാലും നിർവാഹമില്ല. അത് ചിഹ്നത്തിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, ചിഹ്നത്തിൽ കിട്ടിയ വോട്ടെ തൽക്കാലം ആ പാർട്ടിയുടെ വോട്ടായി കണക്കാക്കാനാവൂ. ഇങ്ങനെ 0.5% താഴെ വോട്ടുള്ള ഒരു പാർട്ടിയുടെ പിന്തുണയെ ചൊല്ലിയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദം നടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ വട്ടിയൂർക്കാവിനെ കുറിച്ചുള്ള കസേരകളി. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.